നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് വയോധികനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. കോടന്നൂർ സ്വദേശി പോളാണ് മരിച്ചത്. തൃശൂർ വേലൂരിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കേസിലെ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. അറക്കൽ വീട്ടിൽ ജോജിയെയാണ് SI K അനുദാസ് അറസ്റ്റ് ചെയ്തത്. പറപ്പൂക്കര LP സ്കൂളിലെ കുട്ടികൾക്ക് ഇനി മുതൽ പ്രഭാത ഭക്ഷണം പഞ്ചായത്ത് നൽകും. പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് LP സ്കൂളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്നത്. വാർത്തകൾ വിശദമായി. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് വയോധികനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. കോടന്നൂർ സ്വദേശി പോളാണ് മരിച്ചത്. സംഭവത്തിൽ ബന്ധു മടവാക്കര സ്വദേശി രവിയെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി 8 മണിയോടെ കൊക്കാല ഇറച്ചി മാർക്കറ്റിൽ ഇരുവരും ഒരുമിച്ച് മദ്യപിക്കുകയായിരുന്നു. ഇതിനിടെ വാക്കേറ്റമുണ്ടായി. തുടർന്ന് പോൾ രവിയുടെ മുഖത്തടിച്ചു. ഈ വൈരാഗ്യത്തെ തുടർന്നാണ് രാത്രി 11 മണിയോടെ ഉറങ്ങുകയായിരുന്ന പോളിന്റെ തലയിൽ രവി മരത്തടി കൊണ്ട് അടിച്ചത്. ചോര വാർന്ന് കിടന്നിരുന്ന പോളിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. എങ്കിലും പുലർച്ചെയോടെ മരിക്കുകയായിരുന്നു. തൃശൂർ വേലൂരിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കേസിലെ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. അറക്കൽ വീട്ടിൽ ജോജിയെയാണ് SI K അനുദാസ് അറസ്റ്റ് ചെയ്തത്. വേലൂർ വെൺമിലശ്ശേരി വെൺമലോട് വീട്ടിൽ ഉദയനാണ് വെട്ടേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. ജോജിയുടെ വീട്ടിൽ ഇരുന്ന് 2 പേരും ചേർന്ന് മദ്യപിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം ഉണ്ടായത്. ജോജിയുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം കാണാതായെന്നും ഉദയനാണ് സ്വർണം എടുത്തതെന്നും ആരോപിച്ചാണ് ജോജി വെട്ടുകത്തി ഉപയോഗിച്ച് ഉദയനെ വെട്ടിയത്. പരിക്കേറ്റ ഉദയൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി നാടുകടത്തി. എടത്തിരുത്തി പുളിഞ്ചോട് സ്വദേശി കൊണ്ട്രപ്പശ്ശേരി വീട്ടിൽ രോഹനെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. 2 വധശ്രമ കേസുകൾ, ആത്മഹത്യാ പ്രേരണ, തട്ടിക്കൊണ്ടുപോകൽ, കവർച്ച തുടങ്ങി 9ഓളം കേസുകളിൽ പ്രതിയാണ് രോഹൻ. മാള മേറ്റ്സ് കോളേജിൽ സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ ആഡിംഗ് സ്കിൽസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അവിടെയാണ് എല്ലാ ദിവസവും മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു ഈ ലോകവും അറിവും എന്നുള്ളത്. പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിരിക്കുന്നത്. ഒരുപക്ഷെ അത്തരം ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിലേറെ നിങ്ങൾക്ക് സന്തോഷം കൂടും എന്നുള്ളതാണ്. ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് അറിവുകൾ സമ്പാദിക്കുവാൻ ഒരുപക്ഷെ ഞങ്ങൾ ഒരു ചുരുങ്ങിയ ഇടങ്ങളിൽ നിന്നുകൊണ്ട് പഠിച്ചു എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുമ്പോൾ പഠിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠിക്കുന്ന കുട്ടികളായിട്ട് നിങ്ങൾ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയായിട്ട്. അതുകൊണ്ട് പുതിയ പുതിയ അറിവുകൾ, ലോകത്തുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും, ലോകത്തുണ്ടാകുന്ന എല്ലാ സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങൾ, സാങ്കേതികപരമായിട്ടുള്ള മാറ്റങ്ങൾ, ശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ, അതിനനുസൃതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, പഠനങ്ങൾ അവിടെയാണ്. കോളേജ് ചെയർമാൻ ഡോക്ടർ ഷാജു ആന്റണി ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഫോൺസി ഫ്രാൻസിസ്, അസാപ് കേരളം ഡിവിഷൻ ഹെഡ് സജിത്, മെറ്റ് CEO ഡോക്ടർ വർഗീസ് ജോർജ്, പ്രിൻസിപ്പൽ അംബിക ദേവിയമ്മ, മെറ്റ്സ് പോളിടെക്നിക് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ശിവദാസ് അനിയൻ, ഡയറക്ടർ ഡോക്ടർ A സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പറപ്പൂക്കര LP സ്കൂളിലെ കുട്ടികൾക്ക് ഇനി മുതൽ പ്രഭാത ഭക്ഷണം പഞ്ചായത്ത് നൽകും. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് LP സ്കൂളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്നത്. ഇരിങ്ങാലക്കുട ഉപജില്ലയിൽ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന ആദ്യത്തെ പഞ്ചായത്തായി പറപ്പൂക്കര. ആദ്യഘട്ടത്തിൽ 1.15 ലക്ഷം രൂപ ചെലവിൽ കുടുംബശ്രീയുടെ സഹായത്തോടെയാണ് ഭക്ഷണം വിതരണം ചെയ്യുക. പ്രഭാത ഭക്ഷണം നൽകുന്നതിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ കർഷകരുടെ കൂട്ടായ്മയിൽ ആരംഭിക്കുന്ന മതിലകം അഗ്രോ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ ഉദ്ഘാടനം നാളെ നടക്കും.
കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കൃഷിയിടാസൂത്രണ അധിഷ്ഠിത വികസന സമീപന പദ്ധതി പ്രകാരം രൂപീകൃതമായതാണ് മതിലകം അഗ്രോ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി. കാർഷിക മേഖലയിൽ ഉൽപ്പാദനവും സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും വിപണി ഒരുക്കുന്നതിനുള്ള കൂട്ടായ്മയുമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. നാളെ രാവിലെ 10:30 പെരിഞ്ഞനത്ത് നടക്കുന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്യും. ഇതോടൊപ്പം ലോഗോ പ്രകാശനവും ലഘുലേഖ പ്രകാശനവും ഷെയർ മേളയും സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് വയോധികനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. കോടന്നൂർ സ്വദേശി പോളാണ് മരിച്ചത്. തൃശൂർ വേലൂരിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കേസിലെ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. അറക്കൽ വീട്ടിൽ ജോജിയെയാണ് SI K അനുദാസ് അറസ്റ്റ് ചെയ്തത്. പറപ്പൂക്കര LP സ്കൂളിലെ കുട്ടികൾക്ക് ഇനി മുതൽ പ്രഭാത ഭക്ഷണം പഞ്ചായത്ത് നൽകും. പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് LP സ്കൂളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.